കൊല്ലത്ത് KSRTC സർവീസ് നടത്തുന്ന ഒരു റൂട്ടാണിതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക. അപ്പോൾ എന്നെ അറിയാത്തവർക്കും എനിക്കറിയാത്തവർക്കും എൻ്റെ പേര് അഖിൽ. പത്തനംതിട്ടയിൽ നിന്നോ കൊല്ലത്ത് നിന്നോ തിരുവനന്തപുരം ജില്ലയിൽ നിന്നോ വൺ ഡേ ട്രിപ്പിൾ പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ വീഡിയോ എന്തായാലും ഉപകാരപ്പെടും. സേവ് ചെയ്ത് വെച്ചു. കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കുള്ളൊരു യാത്രയാണിത്. അതായത് കൊല്ലം ജില്ലയിൽ നിന്ന് അച്ചൻകോവിൽ വഴി തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിലെ തിരുമലൈക്കോവിലേക്കുള്ളൊരു യാത്ര. രാത്രിയിൽ ഇരുട്ടിന് മുമ്പേ തിരികെ എത്തേണ്ടതുകൊണ്ട് ഞങ്ങളുടെ യാത്ര വെളുപ്പിനെ തന്നെ തുടങ്ങി. വെളുപ്പിനെ തന്നെ നല്ല മൂടൽമഞ്ഞുണ്ടായിരുന്നു. പോകും വഴി അലീക്കയുടെ കടയിൽ നിന്ന് നല്ലൊരു ചൂട് ചായയും കുടിച്ച് ഞങ്ങളുടെ യാത്ര അങ്ങനെ മുന്നോട്ട് നീങ്ങി. ഈ സമയത്ത് ടൊവിനോയുടെ ഒരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വന്നത്. പത്തനാപുരം വഴി അച്ചൻകോവിലേക്ക് പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അലിമുക്ക് കഴിഞ്ഞാൽ റോഡിൻ്റെ കാര്യം വളരെ ശോകമാണ്. KSRTC സർവീസ് നടത്തുന്ന റൂട്ടാണിതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കണം. കൊല്ലത്തുള്ളവർക്ക് എന്തായാലും ഈ കാര്യം അറിയാം. കുറേ ദൂരത്തോളം റോഡ് വളരെ മോശമാണെങ്കിലും പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് ഞങ്ങൾ അങ്ങനെ പോയി. അച്ചൻകോവിൽ കാട് വഴി തമിഴ്നാട്ടിലേക്കുള്ള യാത്ര അത് അടിപൊളിയാണ്. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുവഴി ഒന്ന് വരണം കേട്ടോ. പോകുന്ന വഴിക്ക് ഒരു അക്യുഡേറ്റ് കണ്ടായിരുന്നു. അതിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. കുറേ ദൂരം കഴിഞ്ഞപ്പോൾ ഒരു ആനവണ്ടി ഞങ്ങളെ കടന്നുപോയി. എൻ്റെ ചേട്ടനെ വണ്ടി ഓടിക്കൽ കണ്ടാൽ ഡോക്ടർ ഡ്രൈവ് ഗെയിം കളിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അമ്പനാർ ഫോറസ്റ്റ് സ്റ്റേഷൻ കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ എലിഫന്റ് ക്രോസിങ്ങിന്റെ ബോർഡും കണ്ടു. സൂര്യന്റെ ഉദയവും മൂടൽമഞ്ഞും കൂടെ ഒരുമിച്ചായപ്പോൾ കാണാൻ അടിപൊളിയായിരുന്നു. പോകുന്ന വഴിക്ക് അച്ചൻകോവിലാറിൽ കുറച്ച് പേര് കുളിക്കുന്നതും കണ്ട് വണ്ടി നിർത്തി ഞങ്ങൾ അവിടെ ഇറങ്ങി. യാതൊരു കാരണവശാലും അറിയാത്ത സ്ഥലത്ത് പോയി ഇതേപോലെ വെള്ളത്തിൽ ഇറങ്ങാൻ നിൽക്കരുത്. ഞങ്ങളുടെ കൂട്ടത്തിൽ സ്ഥലത്തെക്കുറിച്ച് നല്ല രീതിയിൽ അറിയാവുന്ന ഒരാൾ കൂടെ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടെ ഇറങ്ങിയത്. രാവിലെ തന്നെ ഈ തണുത്ത വെള്ളത്തിൽ കുളിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ. കുളി കഴിഞ്ഞ് നേരെ കോടമല അപ്പൂപ്പൻകാവിലും കയറി തൊഴുത് ഞങ്ങൾ അങ്ങനെ നേരെ അച്ചൻകോവിലേക്ക് പോയി. ഒറ്റയിരിപ്പിന് യാത്ര ചെയ്യാതെ ഇങ്ങനെ കാണാനുള്ള എല്ലാം കണ്ട് ആസ്വദിച്ചാണ് ഞങ്ങൾ അങ്ങനെ പോയത്. കാടിന്റെ സൗന്ദര്യം ഏറെക്കുറെ ഈ യാത്രയിൽ ഞങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞു. അങ്ങനെ അച്ചൻകോവിലെത്തി. എൻ്റെ കഥ പറച്ചിൽ എങ്ങനെയുണ്ട്? ഇഷ്ടമാകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് പറയണം. രാവിലെ തന്നെ നല്ല വിശപ്പ് തോന്നിയുണ്ട് കടയിൽ കയറി ആഹാരം കഴിച്ചു. അച്ചൻകോവിൽ വന്നാൽ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ കട പരിഗണിക്കുക. അച്ചൻകോവിൽ അമ്പലത്തിനടുത്തുനിന്ന് ചുറ്റിക്കറങ്ങി നേരെ തമിഴ്നാട്ടിലേക്ക് പോകുന്ന വഴി ചിത്രശലഭത്തിൻ്റെ ഒരു കൂട്ടത്തെ തന്നെ കണ്ടു. എൻ്റെ അമ്മോ, എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ ആദ്യമായിട്ടായിരുന്നു ഈ കാഴ്ച കാണുന്നത്. പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സന്തോഷം എന്നൊക്കെ പറയത്തില്ലേ, എനിക്ക് അങ്ങനെ ഒരു മൊമെൻ്റ് ആയിരുന്നു അത്. തമിഴ്നാട്ടിലേക്ക് പോകുന്ന വഴി കോട്ടവാസൽ ചെക്ക് പോസ്റ്റിനടുത്ത് ഒരു ഹിഡൻ സ്പോട്ട് ഉണ്ട്. അങ്ങോട്ടാണ് ഇനി പോകുന്നത്. പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് ചെക്ക് പോസ്റ്റിൽ നിന്ന് പെർമിഷൻ കൂടാതെ എന്തായാലും ഈ മല കയറാൻ സാധിക്കില്ല. അവിടെ നമ്മളെ സഹായിച്ചത് അളിയനായിരുന്നു. അച്ചൻകോവിൽ വന്നാൽ അധികം ആർക്കും അങ്ങനെ കയറാൻ പറ്റാത്തൊരു സ്ഥലത്തോടാണ് നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. കയറി അത്യാവശ്യം നല്ല പാടുള്ള വഴിയാണ് സുഹൃത്തുക്കളെ. അടിപൊളിയാച്ചാ അടിപൊളി ഒരു സ്ഥലം. എനിക്ക് തോന്നുന്നത് കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കാറ്റിടുന്നൊരു സ്ഥലം ഇതായിരിക്കും. അങ്ങ് ദൂരെ കാണുന്ന അതാണ് തിരുമലൈക്കോവിൽ. ഈ സൈഡ് കേരളം, ഈ സൈഡ് തമിഴ്നാട്. ഇപ്പം തന്നെ ഏകദേശം ഉച്ചയായി. മലയൊക്കെ കയറി ഇറങ്ങി നേരെ തിരുമലൈക്കോവിലേക്ക്. ഇവിടുന്ന് അങ്ങോട്ട് അളിയനാണ് വണ്ടി ഓടിച്ചത്. അങ്ങനെ അമ്പലത്തിലെത്തി. അമ്പലത്തിന് മുകളിൽ വരെ കാറിലോ ബൈക്കിലോ നിങ്ങൾക്ക് കയറി ചെല്ലാം. കാറിന് 50 രൂപയും ബൈക്കിന് 20 രൂപയായിരിക്കും പാർക്കിംഗ് ഫീ അവർ ചാർജ് ചെയ്യുന്നത്. പുഷ്പ സിനിമ ഇറങ്ങിയ ശേഷം ഒരുപാട് ആൾക്കാർ ഇവിടെ കാണാൻ വരുന്നുണ്ട്. അതുകൊണ്ട് ആ കാണുന്ന സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായോ? കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണുമല്ലേ? ഈ മലമുകളിലെ അമ്പലത്തിൽ ഒരു അമ്പലക്കുളവും കൂടെ ഉണ്ട് കേട്ടോ. നടക്കുന്ന വഴിയിൽ എന്തിനാണ് ഈ വെള്ള പെയിന്റ് പൂശിയിരിക്കുന്നത് എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതിലൂടെ കുറച്ച് നേരം നടന്നപ്പോൾ എനിക്ക് ആ സംശയവും മാറിക്കിട്ടി. തിരിച്ചിറങ്ങി നേരെ അച്ചൻകോവിലേക്ക്. വരുന്ന വഴിക്ക് ഒരു ചെറിയ അരുവിയൊക്കെ കണ്ട് വണ്ടി നിർത്തി അവിടെ നിന്ന് ഇറങ്ങി. ഉണക്ക സമയമായതുകൊണ്ട് തീരെ വെള്ളക്കുറവായിരുന്നു. ഉള്ള വെള്ളത്തിൽ ചെറിയൊരു കുളിയും പാസ്സാക്കി. ആ കാട് മുഴുവൻ ചിത്രശലഭങ്ങൾ പാറിപ്പറന്ന് നടക്കുമായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ ഒരു ചെറിയ മഴയൊക്കെ പെയ്തു. അതും നനഞ്ഞ് തിരികെ ഞങ്ങൾ വീട്ടിലേക്ക്. കാണാനുള്ളതെല്ലാം കണ്ടു തീർക്കുക, ആസ്വദിക്കാനുള്ളതെല്ലാം ആസ്വദിച്ച് തീർക്കുക. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ പിന്നെ ശരി എന്നാൽ.